ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു റാൻഡം ഡേയ്സ് ഇൻ മൈ ലൈഫ് ആണ്. കുറച്ച് ദിവസങ്ങളിലായിട്ട് ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കൂട്ടിച്ചേർത്തൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാനായിട്ട് ഞാനും അനിയത്തിയും കൂടി വന്നേക്കാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള കടയിലാണ് കയറിയത്. വിശാലിലാണ് ഞങ്ങൾ കയറിയത്. 1-2 ഡ്രസ്സൊക്കെ നോക്കി എടുത്തിട്ടുണ്ട്. മമ്മാക്ക് കൂടി ഒരു ടോപ്പ് എടുത്തിട്ട് ഇനി ഇറങ്ങണം. അനിയത്തിക്ക് 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അതും മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ ഇതാണ് എൻ്റെ പുതിയ ഡ്രസ്സ്. 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എറണാകുളം EMA ഹാളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അവിടുത്തെ പരിപാടി തുടങ്ങുന്നത് 6 മണിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ 5 മണിക്ക് ഇറങ്ങിയത്. പ്രോഗ്രാം എന്ന് പറയുന്നത് ആദ്യ കുർബാനയുടെ ഒരു ഫംഗ്ഷനാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ് അവർ പ്ലാൻ ചെയ്തേക്കുന്നത്. ഞങ്ങളൊരു 6:30 ആയപ്പോഴേക്കും EMA ഹാളിൽ എത്തിയിട്ടുണ്ട്. അവിടെ 3-4 പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാം 3rd ഫ്ലോറിലാണ് വരണത്. പിന്നെ മൂവി പ്രൊഡ്യൂസറായ ലിസ്റ്റിൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഫ്രണ്ടാണ് ലിസ്റ്റിൻ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതാണ്. പിന്നെ എല്ലാവരോടൊക്കെ സംസാരിച്ചു. അങ്ങനെ കുറേ സമയമൊക്കെ പോയി. ഞങ്ങളുടെ ഏജിലുള്ള ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു രസമായിരുന്നു. പിന്നെ വിഷ്വൽസായിട്ട് എനിക്ക് അങ്ങനെ അധികമൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ പിള്ളേരുടെ വക ഒരുപാട് പ്രോഗ്രാംസും പാട്ടും ഡാൻസും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 9:45 ആയപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വീടെത്തിയപ്പോഴേക്കും 11 മണിയൊക്കെ ആയി. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് അറിയണത് 2 ദിവസം കഴിയുമ്പോൾ വേറൊരു പരിപാടിയുണ്ട്. ഞങ്ങൾ കസിൻസിൻ്റെ കൂടെ ലുലുമാളി പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അതൊക്കെ എന്നോട് പറയണത്. അങ്ങനെ അടുത്ത ദിവസമായിട്ടുണ്ട്. ഇത് നടക്കുന്നത് മെയ് 3-ാം തീയതിയാണ്. മറ്റേ പ്രോഗ്രാം നേരത്തെ നടന്നത് മെയ് 1-ാം തീയതി ആയിരുന്നു. അങ്ങനെ അവിടേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ്. ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങണം. എന്താണെന്നറിയില്ല, ഇപ്പോൾ അടുത്തടുത്തായിട്ട് ഓരോ പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇതുപോലെയുള്ള പ്രോഗ്രാംസൊക്കെ വളരെ റെയറായിട്ടേ വരാറുള്ളൂ. അങ്ങനെ ഒരു 3:15 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. എടപ്പള്ളിക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഡൊമിനോസ് പിസയും കൂടെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്യണത്. ലുലുമാളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കഴിക്കലൊക്കെ പാടായിരിക്കും. എന്തായാലും അതൊക്കെ അവസാനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിന് മുന്നേ ഇവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചു. 6 പിസയുടെ ഒരു കോംബോ ആയിട്ടാണ് മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഓരോ സൈഡിലും ഓരോ ടേസ്റ്റ് ആയിരിക്കും. പിസ്സ ഞാൻ കഴിച്ചിട്ടാണെങ്കിലും കുറച്ച് നാളുകളായിരുന്നു. ഞങ്ങളങ്ങനെ എനിക്കത്ര പിസ്സ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളല്ലായിരുന്നു. പക്ഷേ ഇത് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങളിനി മെട്രോയിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് ഒരു സ്റ്റോപ്പ് അകലെയാണ് എടപ്പള്ളി. അപ്പോൾ ഞങ്ങളിത് കയറിയിട്ട് നേരെ ലുലുമാളിലേക്ക് പോകാമെന്ന് കരുതി. മെട്രോയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സീറ്റ് അങ്ങനെ ഉണ്ടായില്ല. പിന്നെ ഞാൻ വിഷ്വൽസ് ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പം ഞങ്ങൾ ലുലുവിലേക്ക് കയറുവാണ്. ആദ്യം തന്നെ റൈഡിലൊക്കെ കയറാമെന്നാണ് പ്ലാൻ ചെയ്യണേ. എന്നിട്ട് പിന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ശരിക്കും ഓൾമോസ്റ്റ് എല്ലാ റൈഡിലും കയറി. പക്ഷെ 1-2ൻ്റെയൊക്കെ വിഷ്വൽസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായുള്ളൂ. ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് റിസ്ക് ആയതുകൊണ്ട് പിന്നെ ഞാൻ അത് എടുക്കാനായിട്ട് പോയില്ല.
ഞങ്ങൾ ആദ്യം കയറിയത് ഈ കാറിലാണ്. ഞാനും അനിയത്തിയും ഒരു കാറിലായിരുന്നു കയറിയത്. സത്യം പറഞ്ഞാൽ വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല. പിന്നെ എന്തോ ഒരു ഇതിലങ്ങോട്ട് കയറി. പിന്നെ കാണുന്ന പോലെ ഇല്ല കേട്ടോ, നല്ല ഇടി കിട്ടും. ഇടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല വേദന, നല്ല ഫോഴ്സിലാണ് ഇടി കിട്ടുന്നത്. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലും കുറേ ഇടിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ 2 മിനിറ്റ് നേരത്തേക്കേ ഉള്ളൂ, അതുകൊണ്ട് വേഗം തീർന്നു പോയാലോ തോന്നി. പക്ഷെ നല്ല രസമായിരുന്നു. ഇത് മാത്രമേ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായുള്ളൂ. പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ റൈഡിലും കയറി, പക്ഷെ അതൊന്നും വിഷ്വൽസിൽ കിട്ടിയില്ല. പിന്നെ 70യുടെ ഈ ഒരു തിയേറ്ററിൽ കയറി. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫൺ ടൂറിൽ നിന്ന് ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഇങ്ങനെ ചുറ്റി നടന്ന് കാണാൻ വേണ്ടി പോയി. ആദ്യം ഒരു ബുക്ക് സ്റ്റോളിലേക്കാണ് പോയത്. അവിടെ ഭയങ്കര വെറൈറ്റി ഓഫ് ബുക്സ് അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോയെന്നുള്ളൂ. പിന്നെ വെറുതെ ഇലക്ട്രോണിക്സിൻ്റെ ഭാഗത്തിലേക്കൊക്കെ പോയി ഒന്ന് കറങ്ങി നടന്നു. അവർ ചോദിച്ചു, അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഇല്ല, ഞങ്ങൾ വെറുതെ നോക്കാൻ വന്നതെന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഈ ഏരിയയിലുള്ള എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അധികമൊന്നും ഇവിടുന്ന് മേടിച്ചില്ല, ജസ്റ്റ് എല്ലാം നോക്കിക്കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് താഴെ പോയി മക്ഡൊണാൾഡിൽ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ചു. ഓറിയോയുടെയും മാംഗോയുടെയും ഒരു കോംബോ ആണ് ഞങ്ങൾ മേടിച്ചത്. അങ്ങനെ അവസാനം ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഹൈപ്പർ മാർക്കറ്റിൽ ഭയങ്കര തിരക്കാണ്, എപ്പോൾ പോയാലും ഹൈപ്പർ മാർക്കറ്റിൽ ഭയങ്കര തിരക്കാണ്. ഇന്ന് ശനിയാഴ്ചയും കൂടി ആയതുകൊണ്ട് ഇച്ചിരി കൂടെ തിരക്കുണ്ടായിരുന്നു. സാധാരണയാണെങ്കിൽ ഞങ്ങൾ വർക്കിംഗ് ഡേയ്സിൽ നോക്കി പോവും, രാവിലെ തന്നെ പോവും. അപ്പോൾ അതാകുമ്പോൾ വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ തിരിച്ചു വരാമല്ലോ. പിന്നെ അവിടെ നിന്ന് 1-2 സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ അനിയത്തിക്ക് ബാഗ് മേടിക്കാനുണ്ടായിരുന്നു, പിന്നെ ഒരു പൗച്ച് അങ്ങനെ എന്തൊക്കെയോ അവൾക്ക് കുറച്ച് നാൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി 1-2 എണ്ണമൊക്കെ മേടിച്ച് ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഫുഡും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. പിന്നെ 2 കോൾഡ് കോഫിയൊക്കെ മേടിച്ച് ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ മേളിലേക്ക് പോയി. മേളിൽ ചെന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുക ചെയ്തത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം ഒരു 10 മണി 10:30 11 മണിക്ക് ആയെന്ന് തോന്നുന്നു. പിന്നെ വീടെത്തിയപ്പോൾ തന്നെ 12:30 ആയി. ഇത് അടുത്ത ദിവസമാണ്. കഴിഞ്ഞ ദിവസം വിശാലിൽ പോയപ്പോൾ ഞാനൊരു ക്ലോക്ക് ക്ലിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ അൺബോക്സ് ചെയ്ത് കാണിക്കാനായിട്ട് വിട്ടുപോയായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. 3-4 ക്ലോക്ക് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ബ്ലൂ കളർ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ അത് കണ്ടപ്പോൾ മേടിച്ചു. പിന്നെ ഈ ഒരു വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഡയറിയിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ ഇനി ടിക്ക് ഇടാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. ഇനി എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് നോക്കിയിട്ട് ബാക്കി ഷൂട്ട് ചെയ്യുകയോ വേണം. ഷൂട്ട് ചെയ്യാൻ പെൻഡിങ് ഉള്ളതൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റാൻഡം ആയിട്ടുള്ള സബ്സ്ക്രൈബറിനെ തിരഞ്ഞെടുത്തിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണ കാര്യം. അപ്പോൾ അത് ഈ വീഡിയോയിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്കുള്ള ഗിഫ്റ്റ് ഇന്ന് വന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കുവാണ്. ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളർ കോട്ടിങ് വരുന്നതാണ് ഞാൻ മേടിച്ചത്. പക്ഷെ അതിനേക്കാളും റേറ്റ് ഇതിന് കൂടുതലുണ്ട്, അതുപോലെ ക്വാളിറ്റി ഉണ്ട്. കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ലതാണെന്ന് തോന്നി. അപ്പോൾ ഇതൊന്ന് വരച്ച് കാണിക്കാം, ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്കപ്പം അറിയാം. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മേളിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റത്തെ പരിപാടി ഇതൊന്ന് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുണ്ട്. ഇന്ന് പാക്ക് ചെയ്ത് വെക്കും, പോസ്റ്റ് ചെയ്യണത് നാളെയാണ്. ഇതിപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യണതുകൊണ്ട് തന്നെ എനിക്കിതിങ്ങനെ പാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു.
പിന്നെ ശരിക്കും ഈ ഒരു എൻവലപ്പ് കവർ അല്ലായിരുന്നു വേണ്ടത്, പക്ഷേ ഇത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുവാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾക്ക് പാഴ്സലൊക്കെ കൊടുക്കണത്. അപ്പോൾ അതെൻ്റെ സബ്സ്ക്രൈബറിന് തന്നെ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ മാസം തന്നെ 1K അടിക്കുമെന്ന് അറിയില്ല. എന്തായാലും 1Kയുടെ ഗീവ് അവേ ഉണ്ടാവും. ഗിഫ്റ്റിൻ്റെ കൂടെ എൻ്റെ വക എന്തെങ്കിലും ഒരു നോട്ടും കൂടെ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെക്കുവാണ്. ഇത് സേഫായിട്ട് അവിടെ എത്തിയാൽ മതിയായിരുന്നു എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ടെൻഷൻ. ഞാൻ ഇതുവരെ പാഴ്സലൊന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് അവിടെ ചെന്ന് എന്ത് പറയണമെന്നും അറിയില്ല. അങ്ങനെ അവസാനം വിത്ത് ലവ് വിസ്പറിങ് വാൾസ് എന്നും കൂടെ എഴുതിയിട്ട് ഞാൻ ആ ഒരു നോട്ട് നിർത്തുവാണ്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 1-2 സ്റ്റിക്കേഴ്സൊക്കെ അതിലേക്ക് ഒട്ടിച്ചും കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഗിഫ്റ്റ് ഈ ബോക്സിലേക്ക് സേഫായിട്ട് വെക്കണം. എന്തെങ്കിലും എറർ വന്നാൽ അവർ ഒന്നും കൂടെ പാക്ക് ചെയ്യാൻ പറയുമോയെന്ന് എനിക്കറിയില്ല. ഞാനിത് ആദ്യമായിട്ട് ചെയ്യണമുണ്ട്. എന്നാലും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തെർമോക്കോളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ കുട്ടിയുടെ വീട് ഇവിടെ നിന്ന് കുറച്ചധികം ദൂരം ഉള്ളതുകൊണ്ട് സേഫായിട്ടൊക്കെ എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കെയർ ചെയ്താണ് ഞാനിതൊക്കെ ചെയ്യണത്. എന്നിട്ട് ഞാൻ നല്ലപോലെ ആ സെല്ലോ ടേപ്പൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ടേബിളിൻ്റെ കോല ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഇനി അഡ്രസ്സ് എഴുതി ഒട്ടിച്ച് കൊടുക്കുകയും വേണം. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്, ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇന്നലെ ലുലുമാളി പോയപ്പോൾ മേടിച്ച പിസ്സ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. ഇതിൽ 15 മിനിറ്റ് സമയം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ 5 മിനിറ്റ് വെക്കണുള്ളൂ. കാരണം ഇത് ചൂടാവാൻ മാത്രമല്ലേ ഉള്ളൂ. 5 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ 4 പേരുള്ളതുകൊണ്ട് അത് കറക്റ്റാക്കി 4ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിസയുടെ കൂടെ കുടിക്കാനായിട്ട് കോഫിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസമായിട്ടുണ്ട്. ഇന്നാണ് പോസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ രാവിലെ മിനി ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ എടുക്കാറുണ്ടായിരുന്നു. ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അഡ്രസ്സൊന്നും എഴുതിയിട്ടുണ്ടായില്ല. ഇപ്പോൾ അഡ്രസ്സൊക്കെ എഴുതി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോവാണ്. ആദ്യമായിട്ടാണ് പോസ്റ്റ് ഓഫീസിൽ പോണത്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം നല്ലപോലെ നടന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.